ഹലോ ഡിയേഴ്സ്, കേരള ഹിസ്റ്ററിയുടെ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ. ആസ് പാർട്ട് ഓഫ് ദി സ്റ്റഡി ഓഫ് കേരള ഹിസ്റ്ററി, ദ ടോപ്പിക് വി ആർ ഗോയിങ് ടു ലേൺ നെക്സ്റ്റ് ഈസ് ദ ബ്രിട്ടീഷ് ഇൻ കേരള. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 3 ടേംസ് നമ്മൾ പരിചയപ്പെടാം. കാരണം 3 ടേംസ് നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷുകാർ എന്ന് പറഞ്ഞാലും ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാകുന്നു ഉൾക്കൊള്ളുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഇംഗ്ലീഷുകാർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ടേം ആകുന്നു സാമൂതിരി. സാമൂതിരി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോഴിക്കോട് ഡൈനസ്റ്റി, അതായത് കേരളത്തിലെ കോഴിക്കോട് രാജവംശം ഭരിച്ച ശക്തമായ ഭരണാധികാരികളായിരുന്നു സാമൂതിരിമാർ. സാമൂതിരി എന്ന ഒരു പേരുണ്ടല്ലോ, സാമൂതിരി എന്ന പേര് കോഴിക്കോട് ഡൈനസ്റ്റിയിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാകുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടേമാകുന്നു പണ്ടകശാല. പണ്ടകശാല എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാപാരശാല എന്നാകുന്നു, അല്ലെങ്കിൽ വ്യവസായശാല എന്നാകുന്നു, അല്ലെങ്കിൽ ഫാക്ടറി എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ എന്തിന്റെ ഫാക്ടറിയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഗോഡൌൺ ആയിരുന്നു. കുരുമുളക്, കറുവപ്പട്ട, കശുവണ്ടി, കൊപ്ര, മസാലകൾ ഇവ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ഗോഡൌണുകൾക്ക് പറയുന്ന പേരാണ് പണ്ടകശാല, അല്ലെങ്കിൽ വ്യവസായശാല, അല്ലെങ്കിൽ വ്യാപാരശാല, അല്ലെങ്കിൽ ഫാക്ടറി എന്നൊക്കെയുള്ള ടേം കൊണ്ടോട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ടേമുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിവിടെ ഇങ്ങനെ പലപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരന്റെ പേരാകുന്നു മാസ്റ്റർ റാൽഫിച്ച്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാകുന്നു മാസ്റ്റർ റാൽഫിച്ച്. കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനും മാസ്റ്റർ റാൽഫിച്ച് തന്നെയാകുന്നു. 1583 മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിലെത്തിയത്. ഇനി പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരന്റെ പേരാകുന്നു ക്യാപ്റ്റൻ കീലിംഗ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരനാകുന്നു ക്യാപ്റ്റൻ കീലിംഗ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരുവാണ്, കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരെന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ മാസ്റ്റർ റാൽഫിച്ചും ക്യാപ്റ്റൻ കീലിംഗും ഓപ്ഷനിലുണ്ടെങ്കിൽ ആൻസർ എഴുതേണ്ടത് മാസ്റ്റർ റാൽഫിച്ച് തന്നെയാകുന്നു. ഇനി ഓപ്ഷനിൽ മാസ്റ്റർ റാൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗിന്റെ പേര് കൊടുക്കാം. ഓക്കെ, പോർച്ചുഗീസുകാരുമായി ആ സമയത്ത് അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്ന സാമൂതിരി പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും കെട്ടിക്കണം എന്ന ഇംഗ്ലീഷുകാരുമായുള്ള കരാറിൽ ക്യാപ്റ്റൻ കീലിംഗുമായി സാമൂതിരി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ ഭാഗമായി സാമൂതിരി തന്റെ രാജ്യമായ കോഴിക്കോട്ട് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇംഗ്ലീഷുകാർക്ക്, അതായത് ബ്രിട്ടീഷുകാർക്ക് നൽകി. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ പണ്ടകശാല, അതായത് ആദ്യത്തെ വ്യാപാരശാല എവിടെയായിരുന്നു, അത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടല്ല, അത് തിരുവിതാംകൂറിലെ, അതായത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് 1644 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പണ്ടകശാലയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ പണ്ടകശാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ വ്യാപാരശാല എവിടെയായിരുന്നു, ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറിലെ, അതായത് ഇന്നത്തെ തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് 1644 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച വ്യാപാരശാലയാകുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ വ്യാപാരശാല. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാർ കോഴിക്കോട് സാമൂതിരിയുമായി നടത്തിയൊരു കരാറ്. ആ കരാറെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യാപാരം ചെയ്യാനുള്ള അനുമതി തരാമെന്ന് കോഴിക്കോട് സാമൂതിരി ബ്രിട്ടീഷുകാരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരെ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിലൊരു ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതിന് മുമ്പേ തന്നെ എന്ത് സംഭവിച്ചു, കൊച്ചിയിൽ ആധിപത്യം ചെലുത്തിയിരുന്ന പോർച്ചുഗീസുകാരെ തുരത്താനായിട്ട് ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ വന്ന് പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരെ ഡച്ചുകാർ വന്ന് പരാജയപ്പെടുത്തുന്നു. അങ്ങനെ 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1663 അത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 1664 പിന്നീട് കോഴിക്കോട് ഒരു ഫാക്ടറി, അതായത് ഒരു പണ്ടകശാല തുടങ്ങാനുള്ള അനുമതി ബ്രിട്ടീഷുകാർക്ക് കോഴിക്കോട് നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, കോഴിക്കോട് ഒരു വ്യാപാരശാല തുടങ്ങാനുള്ള ഒരു അനുവാദം അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ അവർക്ക് തിരുവിതാംകൂറിന് അനുമതി ലഭിച്ച് അവിടെ വ്യാപാരശാല അവർ തുടങ്ങുകയൊക്കെ ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാരശാല എന്ന് പറയുന്നത് 1673 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ തുടങ്ങിയ വ്യാപാരശാലയാണ് അവർ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാരശാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിപുലമായ രീതിയിൽ, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഒരു വ്യാപാരശാല അല്ലെങ്കിൽ പണ്ടകശാല എന്ന് പറയുന്നത് 1673 ഇന്നത്തെ തിരുവനന്തപുരത്തുള്ള അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങിയ വ്യാപാരശാലയാണ് ഈ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അല്ലെങ്കിൽ വ്യാപാരശാല എന്ന് പറയുന്നത്. ഓക്കെ, അത് 1673-ലാണ്. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസാണ് സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും ആദ്യത്തെ പണ്ടകശാല എവിടെയായിരുന്നു, അത് ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ്. അത് തിരുവിതാംകൂറിലെ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് 1644-ലാണ്. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതായിരുന്നു ചോദിച്ചാൽ അതും തിരുവിതാംകൂറിലാണ്. പക്ഷേ തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1673-ലാണ്. പിന്നെ മൂന്നാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ മാസ്റ്റർ റാൽഫിച്ച് ആണ് ശരിക്കുള്ള ആൻസർ. പിന്നെ ക്യാപ്റ്റൻ കീലിംഗും ഉണ്ട്. ഈ 2 ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മാസ്റ്റർ റാൽഫിച്ചിനെയാണ്. മാസ്റ്റർ റാൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗിനെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെയാണ്. പിന്നെ ചില ടൈം ലൈനിലുള്ളൊരു വേരിയേഷൻ കാരണം നമുക്ക് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ഈ പറയുന്ന മാസ്റ്റർ ആൽഫിച്ചിനും സെക്കൻഡ് പ്രയോറിറ്റി ക്യാപ്റ്റൻ കീലിംഗിനുമാണ്. മാസ്റ്റർ ആൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 2 പേരും ഉണ്ടെങ്കിൽ മാസ്റ്റർ ആൽഫിച്ചിനെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1673 തുടങ്ങുന്ന വ്യാപാരശാലയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ വ്യാപാരശാലയൊക്കെ തുടങ്ങി അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇതേ തിരുവിതാംകൂറിൽ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1684 വീണ്ടും വ്യവസായശാല തുടങ്ങാനുള്ള അനുവാദം തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിലെ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അവർക്ക് ലഭിച്ചു. അപ്പോൾ 1684 ബ്രിട്ടീഷുകാർക്ക് വീണ്ടും എന്ത് ചെയ്തു, തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിലെ വ്യവസായശാല നിർമ്മിക്കാനുള്ള അനുവാദം അവിടുത്തെ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ലഭിച്ചു. എന്നിട്ട് 1690 കോട്ട കെട്ടുവാനുള്ള അനുവാദവും അവർക്ക് കിട്ടി. അതിനുശേഷം 1695 അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഒരു കോട്ട പണിത് പൂർത്തിയാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതെന്ന് ചോദിച്ചാൽ 1695 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ടയായിരുന്നു. ഓക്കെ.